ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി കപ്പ് കേക്ക് റെസിപ്പി ആയിട്ടാണ്. അതും ജാക്ക് ഫ്രൂട്ട് കപ്പ് കേക്ക്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കപ്പ് കേക്കാണ്. എങ്ങനെ ഉണ്ടാക്കാമെന്ന് കണ്ടു നോക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. ഫസ്റ്റ് ഇവിടെ ഞാൻ ജാക്ക് ഫ്രൂട്ടിൻ്റെ പ്യൂരി എടുത്ത് വെച്ചിട്ട് വെള്ളമൊന്നും ഇല്ലാതെ നന്നായിട്ട് അടിച്ച് വെച്ച പ്യൂരി ആക്കി എടുത്തതാണ്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. ഇതിൻ്റെ ഒരു പച്ചമണമൊക്കെ മാറാൻ വേണ്ടി ഗ്യാസിലൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. ഒരു പച്ച ടേസ്റ്റൊക്കെ മാറുന്ന വരെ ഒന്ന് ചൂടാക്കിയാൽ മതി. ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഇത് നമുക്ക് മാറ്റി വെക്കാം. നമ്മൾ ഏത് ട്രേയിലാണോ ബേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതൊന്ന് ഫസ്റ്റ് ഒന്ന് ഗ്രീസ് ചെയ്ത് വെക്കാം. ഓയിലൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് വെക്കാം. ഗ്രീസ് ചെയ്തിട്ട് ട്രേ മാറ്റി വെക്കാം. അടുത്ത നമുക്ക് ഒരു ബൗളിലേക്ക് പൗഡർ ഷുഗറാണ്, 1/2 കപ്പ് പൗഡർ ഷുഗറും 1/4 കപ്പ് സൺഫ്ലവർ ഓയിലും ആദ്യം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ചായിട്ട് പാൽ ഒഴിച്ചു കൊടുക്കാം. ഒരു കപ്പിൽ 2 ടേബിൾ സ്പൂൺ കുറവിൽ പാലാണ് എടുത്തത്. അത് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഷുഗറൊക്കെ നന്നായിട്ട് മെൽറ്റ് ചെയ്യുന്നവരെ നല്ലപോലെ മിക്സ് ചെയ്യാം. ഷുഗറൊക്കെ നന്നായിട്ട് മെൽട്ടായി വരണം. നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ഫ്ലേവറിന് കുറച്ച് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. വാനില എസൻസ് ഒഴിച്ചതിന് ശേഷം ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അടുത്ത ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതൊരു അരിപ്പയിലേക്ക് നമുക്ക് ഇതുപോലെ 1 കപ്പ് മൈദയാണ് എടുത്തത്. 1 കപ്പ് മൈദ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 2 പിഞ്ച് ബേക്കിംഗ് സോഡ, 2 പിഞ്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഓൾറെഡി നിങ്ങൾക്ക് ഫസ്റ്റിൽ തന്നെ ഇതൊന്ന് അരിച്ചെടുക്കാം, അതിനുശേഷം ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിങ്ങനെയാണ് ചെയ്ത് കൊടുക്കുന്നത്. കുറച്ചായിട്ട് ആക്കിയതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൂടുതൽ നമ്മൾ ഇത് മിക്സ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. സ്പാച്ചിലർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. മിക്സൊക്കെ നന്നായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റായ ജാക്ക് ഫ്രൂട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. 2.5 ടേബിൾ സ്പൂൺ ജാക്ക് ഫ്രൂട്ടാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഫ്ലേവർ കുറച്ചും കൂടി അധികം വേണമെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 2.5 ടേബിൾ സ്പൂണാണ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ നമുക്ക് സ്പാച്ചിലർ വെച്ചിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. കൂടുതലായിട്ട് മിക്സ് ചെയ്യാതെ ശ്രദ്ധിക്കുക. കാരണം കൂടുതലായിട്ട് നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ നമ്മളെ കേക്ക് ഹാർഡായിട്ട് വരും. അതുകൊണ്ട് കുറച്ച് മാത്രം ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ച ട്രേയിൽ നമുക്ക് ഓരോ സ്പൂണായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഹാഫായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. നല്ലോണം പൊങ്ങി വരും. അതുകൊണ്ട് കുറച്ച് ഭാഗം ഓരോ സ്പൂണായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഓവനിലല്ല ഉണ്ടാക്കുന്നത്, സ്റ്റീമേ ചെയ്യുന്നത്. അതുകൊണ്ട് പാത്രം നമ്മൾ ഓൾറെഡി പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇതുപോലെ അടിയിൽ ഒരു ഹൈറ്റും വെച്ചിട്ടുണ്ട്. ഇതിലേക്കാണ് താഴ്ത്തി വെച്ച് കൊടുക്കുന്നത്. ഒരു 10 മിനിറ്റാണ് നമ്മൾ ഇത് കുക്ക് ചെയ്യാൻ എടുക്കുന്ന ടൈം. കേക്ക് കുക്കായിട്ട് വരുന്ന ടൈം ഇതിൻ്റെ മുകളിൽ ഒന്ന് ഗ്ലേസിങ് കൊടുക്കാനും വേണ്ടിയിട്ട് കുറച്ചൊരു ഗനാഷ് പോലെ ഒന്ന് റെഡിയാക്കാം. അതിനു വേണ്ടി നമ്മളിവിടെ പ്യൂരി കുറച്ച് ബാക്കിയുണ്ട്. അതിലേക്ക് 2.5 ടേബിൾ സ്പൂണോളം പാലെടുത്തിട്ടുണ്ട്. പാലിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും 1.5 ടേബിൾ സ്പൂൺ പൗഡർ ഷുഗറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് മൂന്നും ഒന്ന് മിക്സ് ആക്കിയിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച പ്യൂരിയിലേക്ക് കുറച്ച് ഒഴിച്ച് കൊടുക്കാം. ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗീയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ഗ്ലേസ് കിട്ടാൻ വേണ്ടി 1/2 ടീസ്പൂൺ ഗീയും കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്ന് നോക്കിയിട്ട് നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഒന്ന് സ്റ്റിക്കോ അല്ലെങ്കിൽ ടൂത്ത് പിക്കോ വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കാം. ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കുക്ക് അതിനൊന്ന് നമ്മൾ സ്റ്റിക്കോ ഒന്ന് ക്ലീൻ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളെ
കുക്കായിട്ടുണ്ട്, ഉള്ളിലൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് എടുത്തിട്ട് മാറ്റി വെക്കാം. ജസ്റ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷം ഇതിൽ നിന്ന് റിമൂവ് ചെയ്യാം. ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ ഒരു ചെറിയ കപ്പ് മോൾഡിലാണ് ആക്കിയത്. ഇത് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് സൈഡൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ തന്നെ ഒന്ന് വേഗം തന്നെ റിമൂവായി കിട്ടും. കാണുമ്പോൾ തന്നെ അറിയില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണെന്ന്. എല്ലാം റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ജാക്ക് ഫ്രൂട്ടിൻ്റെ ഗ്ലേസ് ഇതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സ്പ്രെഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി ഇതിൻ്റെ മുകളിലൊരു ചെറിയും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവനാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇൻഷാ അല്ലാഹ് അടുത്തൊരു അടിപൊളി റെസിപ്പിയുമായി വരുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ. അസ്സലാമു അലൈക്കും.